Good morning. The next part of our marketing subject is packing, labeling, warranty and guarantee. ഇപ്പോൾ നമ്മുടെ മാനേജ്മെന്റ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന മൂന്നാമത്തെ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് ഈ ഏരിയ. അപ്പം ഇതിൽ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ചെറിയൊരു പാർട്ടാണ്. പാക്കേജിങ്, ലാബലിംഗ്, വാറണ്ടി ആൻഡ് ഗ്യാരണ്ടി. നോക്കാം നമുക്ക് ഓരോന്നും. ദി ഫസ്റ്റ് വൺ ഈസ് പാക്കേജിങ്. The packaging refers to all those activities related to designing, evaluating, and producing the container for a product. Simply, the box-like container wherein the product is stored to protect it from any physical damage and at the same time attracting the customer through its appeal is called packaging. അപ്പോൾ പാക്കിങ്ങും പാക്കേജിങ്ങും വ്യത്യാസമുണ്ട്. സോ പാക്കേജിങ് റെഫേഴ്സ് ടു ഓൾ ദോസ് ആക്ടിവിറ്റീസ് related to designing, evaluating and producing the container for a product. ഒരു പ്രോഡക്റ്റിന്റെ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അതിന്റെ ടിന്നാവാ പാക്കറ്റ് ആവാ, അതൊക്കെ ഡിസൈൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതാണ് പാക്കേജിങ് എന്നുള്ളത്. So the box or container wherein the product is stored. Why we are using the container? For getting the protection for the product. നമ്മളൊരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് എന്തിനാണ്? ആ പ്രൊട്ടക്ഷൻ കിട്ടാൻ, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അത് ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട്, ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെയാണ് നമ്മൾ ആ പാക്കറ്റ് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ആ കണ്ടെയ്നർ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ in order to protect the product from its physical damage, and at the same time the packaging helps. So the packing help for protecting from the physical damage, and at the same time the packaging helps for attracting the customers. Okay, അപ്പോൾ പാക്കേജിങ്ങിന്റെ ഒരു ഭാഗമാണ് പാക്കിംഗ്. ആ പാക്ക് ഡിസൈൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതൊക്കെ പാക്കേജിങ് ആണ്. അതിനുള്ള ഒരു ഭാഗം മാത്രമാണ്, പാക്കേജിങ്ങിന്റെ ഒരു ഭാഗമാണ് ശരിക്കും പാക്കിംഗ്. സോ പാക്കിംഗ് റെഫേഴ്സ് ടു ദി റാപ്പിംഗ് ഓർ ക്രാഫ്റ്റിംഗ് ഓഫ് ഗുഡ്സ് ബിഫോർ ദേ ആർ ട്രാൻസ്പോർട്ടഡ് ഓർ സ്റ്റോർഡ്. അപ്പോൾ പാക്കിംഗ് സിംപ്ലി മീൻസ് റാപ്പിംഗ് ദി പ്രൊഡക്റ്റ് or putting articles into the container. നമ്മളൊരു പ്രോഡക്റ്റ് ഒരു പേപ്പറോ കവറോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ കവർ പൊതിഞ്ഞെടുക്കുന്നതിന് നമ്മൾ റാപ്പിംഗ് എന്ന് പറയും. അതാണ് ശരിക്കും പാക്കിംഗ്. അതല്ലെങ്കിൽ നമ്മൾ കവറിൽ ഇടുക, അല്ലെങ്കിൽ ഒരു ടിന്നിൽ പ്രോഡക്റ്റ് ഇടുക, ഇതൊക്കെ പാക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പം. And packing and packaging are basically done to protect the product. Both of them, the packing and packaging, are done in order to protect the product. Then during the present days, however, these two functions have assumed several additional objectives in addition to protection. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിലും പ്രൊട്ടക്ഷൻ മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഒബ്ജക്റ്റീവ്സ്, ഒരുപാട് ഫങ്ഷൻസ് പാക്കിങ്ങും പാക്കേജിങ്ങും ഒക്കെ ചെയ്യുന്നു. സോ ദി നെക്സ്റ്റ് ഏരിയ, ഒബ്ജക്റ്റീവ്സ് ഓഫ് പാക്കിംഗ് ആൻഡ് പാക്കേജിങ്. അപ്പൊ എന്തിനാണ് പാക്കേജിങ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളതാണ് ഈ പറയുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. പെട്ടെന്ന് വീണു പോവാതിരിക്കാൻ, പെട്ടെന്ന് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കിംഗ് അല്ലെങ്കിൽ പാക്കേജിങ്. സോ പാക്കേജിങ് ഓഫ് ഒബ്ജക്ട്സ് ഇൻഷുവേഴ്സ് ദാറ്റ് ദേ ആർ പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് വൈബ്രേഷൻ, ടെമ്പറേച്ചർ, ഷോക്ക്, കംപ്രഷൻ, ഡിറ്റീരിയറേഷൻ, ക്വാളിറ്റി എക്സെട്ര. ഇതിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അതൊരു പാക്കറ്റിലാണ് എന്നുണ്ടെങ്കിൽ.
Then packing and packaging also protect the product against theft, leakage, pilferage, breakage, dust, moisture, bright light, etc. അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റ് കവർ ചെയ്തിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഡാമേജിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട്. Second one, to enable marketing. So packing and packaging play an important role in marketing. Okay. Packing and packaging play an important role in marketing. Good packing and packaging along with attractive labeling are used by sellers to promote the products to potential buyers. The shape, size, color, appearance, etc. are designed to attract the attention of potential buyers. അപ്പം ഒന്നാമത് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ ടു എനേബിൾ മാർക്കറ്റിംഗ്. ഇത് മാർക്കറ്റിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിംഗ് ഉണ്ടാവും. ആളുകൾ അതിൻ്റെ പുറത്തുള്ള ഡിസൈനിങ്, പ്രോഡക്റ്റിന്റെ പാക്കറ്റിന്റെ ഡിസൈൻ കണ്ടിട്ട് ആളുകൾ അട്രാക്റ്റീവ് ആവും. മാത്രമല്ല അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇടും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അതിന്റെ പാക്കേജിങ്ങിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ആൻഡ് തേർഡ് വൺ ടു കൺവേ മെസ്സേജ്, information. The packaging provides information related to what kind of ingredients used, who are the manufacturer, how we can use it, the manufacturing date or expiry date, etc. All are very important and can be conveyed to the customers with the help of better packaging. And manufacturers print such information on these packages. So it will be very much helpful for conveying message to the customers. And another objective of packaging is to provide convenience. Packing and packaging also add convenience in handling, display, opening, distribution, transportation, storage, sale, use, reuse, and disposal, etc. The package with easy to carry handles, soft squeezed tools, metallic containers, conveniently placed nozzles, etc. are all examples of these. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയും. ഏറ്റവും ചെറിയ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ലൈറ്റർ അല്ലെ, ലൈറ്റർ, സിഗാർ ലൈറ്റ്, നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും അതിനുള്ളിൽ ഗ്യാസ് ആണ്. ആ ഗ്യാസ് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ശരിയായ രൂപത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ വളരെ കുറഞ്ഞ അളവിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട്, മാത്രമല്ല നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, സെയിൽ ചെയ്യാൻ എളുപ്പമാണ്, ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ എല്ലാറ്റിനും നമുക്കത് എളുപ്പമാണ്. സോ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് കൺവീനിയൻസ്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കവറിലിട്ട് തരികയാണെങ്കിൽ എന്തിനാണത് കവറിലിടുന്നത്? നമുക്ക് എളുപ്പത്തിന് വേണ്ടി, ഇത് കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പമാക്കി തരും. അതുപോലെ അപ്പൊ പ്രൊട്ടക്ഷൻ എന്നുള്ളത് പോലെ തന്നെ ടു പ്രൊവൈഡ് കൺവീനിയൻസ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് പാക്കിംഗ് ആൻഡ് പാക്കേജിംഗ്. Then another one, to provide containment or agglomeration. Small objects are typically put together in one package for reasons of efficiency and economy. For example, a single bag of 1000 marble requires less physical handling than 1000 single marbles. Liquids, powders, granular material, etc. need containment. അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും കൂടുതൽ കണ്ടന്റുകൾ. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ചോക്ക് ബോക്സ് അല്ലെ, നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന വൈറ്റ് ചോക്ക് അല്ലെങ്കിൽ കളർ ചോക്കൊക്കെ ഒരുപാട് പീസ് ഒറ്റ കണ്ടെയ്നറിൽ ഉണ്ടാവും, ഒരുപാട് പീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓരോന്നും കവർ ചെയ്യുന്നതിന് പകരം എല്ലാറ്റിനും കൂടെ നമുക്ക് ഒറ്റ കവർ മതി. സോ ഇറ്റ് പ്രൊവൈഡ് കണ്ടെയ്ൻമെന്റ്. ഇറ്റ് വിൽ ബി വെരി എഫിഷ്യന്റ് ആൻഡ് ഇക്കോണമി. നമുക്ക് വേസ്റ്റ് വളരെ കുറവായിരിക്കും, എഫിഷ്യന്റ് ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതുപോലെ ചെലവും വളരെ കുറവാണ്. ഓക്കെ. Then another one, to provide
portion control. In the medicinal and pharmaceutical field, the precise amount of contents is needed to control usage. Medicine tablets are divided into packages that are of a more suitable size for individual use. It also helps in the control of inventory. അപ്പം നമുക്ക് എല്ലാം കൂടെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം നമ്മൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നത് മെഡിസിൻ, ടാബ്ലറ്റ്. അപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് കഴിക്കേണ്ട അളവ് എത്രയാണോ അതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് റെഡിയാക്കി അതിലെ കണ്ടന്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് വലിയ ഒരു പീസ് നമ്മളെടുത്ത് അതിൽ നിന്ന് ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഡാമേജ് ആവാനും അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ പാക്കിംഗ് നൽകുന്നതോടുകൂടി നല്ല പാക്കേജോട് കൂടി ഈ പാക്കിങ്ങിലൂടെ ഓരോ കൃത്യമായ അളവ് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട അളവിൽ ഓരോന്നും നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി helpful to the customers. So to provide portion control. Then another one, to enable product identification. പാക്കേജിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണം എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഇറ്റ് enables by providing its own identity. So it will be very much helpful by designing a distinct package through the effective use of maybe in the form of colors or maybe by its shape, graphics, etc. So such identification and distinction are very essential in the present situation of intense competition and product clutter. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരു പ്രോഡക്റ്റ് അതിന്റെ പാക്കിംഗ് ഒക്കെ മോശമാണെന്നുണ്ടെങ്കിൽ ആളുകൾ അട്രാക്റ്റീവ് ആവില്ല, ആളുകൾ അത് വാങ്ങാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. സോ to identify the product, the packaging has a greater role. Then another one, to enhance profit. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പാക്കേജിങ്ങിന് ഇത്രയും ലക്ഷ്യങ്ങൾ, ഇത്രയും ഫങ്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സെയില് കൂടുമ്പോൾ പ്രോഫിറ്റും കൂടും. അപ്പൊ ഈ പ്രൊട്ടക്ഷനും അതുപോലെ ഹാൻഡ്ലിങ്ങും കൺവീനിയൻസും ട്രാൻസ്പോർട്ടേഷൻ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമുക്ക് ഈ പാക്കേജിങ് കാരണം എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദി പ്രോഫിറ്റ്സ്. ആൻഡ് ഫൈനലി, ടു എനേബിൾ സെൽഫ് സർവീസ് സെയിൽ. ദി പ്രസന്റ് ട്രെൻഡ് ഇൻ retailing is effective display and self service sales. Products require effective packing for self service sale. ആളുകൾക്ക് ഇത് വാങ്ങിയിട്ട് സെൽഫ് സർവീസ് ആണ്. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ അത് പാക്കിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ ദി കസ്റ്റമർ. അതുപോലെ ടു എൻഹാൻസ് ബ്രാൻഡ് ഇമേജ്. അപ്പൊ നല്ല അട്രാക്റ്റീവ് പാക്കിംഗ് ആണ്, അതിന്റെ എല്ലാ ഗുണങ്ങളും ആ പാക്കേജിന്റെ എല്ലാ ഗുണങ്ങളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഇൻക്രീസ് ദി ബ്രാൻഡ് ഇമേജ്. സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പാക്കേജിങ് ആൻഡ് പാക്കിംഗ്. ഇത്രയാണ് പാക്കേജിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ടേം ആണ് ലാബലിംഗ്. ലാബൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വേർഡാണ്. അപ്പൊ ലാബൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അതിന്റെ പാക്കറ്റിന്റെ പുറത്ത് കൊടുക്കുന്നതിനെയാണ്, പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് വായിക്കാനുള്ള ചിലപ്പോൾ ഒരു പേപ്പർ ഉണ്ടാവും, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്, അതിനെയാണ് നമ്മൾ ലാബലിംഗ് എന്ന് പറയുന്നത്. So labeling is a part of branding and enables product identification. It is a printed information that is bonded to the product for recognition and provides detailed information about the product. Customers make the decision easily at the point of purchase, seeing the labeling of the product. അപ്പോൾ ഈ പ്രോഡക്റ്റ്, ഇത് എന്ത് പ്രോഡക്റ്റിന്റെ പേരെന്താണ്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിന്റെ മാനുഫാക്ചേഴ്സ് ആരാണ്, അതെങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആ പാക്കിങ്ങിന്റെ അല്ലെങ്കിൽ പാക്കേജിങ്ങിൽ നൽകിയിട്ടുണ്ടാവും, പുറത്ത് നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ നൽകിയിട്ടുണ്ടാവും. അതിനെയാണ്, ആ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെയാണ് ലാബലിംഗ്. ഈ ലാബലിംഗ് തന്നെ പല തരത്തിലുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ലാബലിംഗ് ആണ് ഉള്ളത്. ബ്രാൻഡ് ലാബലിംഗ്, ഡിസ്ക്രിപ്റ്റീവ് ലാബലിംഗ്, അതുപോലെ ഗ്രേഡ് ലാബലിംഗ്. ഓരോന്നും ബ്രാൻഡ് ലേബൽ എന്ന് പറഞ്ഞാൽ it gives information about the
ബ്രാൻഡ്. ഇറ്റ് ക്യാൻ ബി റിമൂവബിൾ ഓർ നോൺ റിമൂവബിൾ. അപ്പൊ ബ്രാൻഡ് ലേബലിംഗിൽ കൂടുതലായിട്ടും എംഫാസിസ് റെലവൻസ് കൊടുക്കുന്നത് അതിന്റെ ബ്രാൻഡിനാണ്. ആ ബ്രാൻഡ് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് എന്തായിരിക്കും, മേ ഹാവ് എ കോൺഫിഡൻസ് അബൌട്ട് ദി പ്രൊഡക്റ്റ്. മറ്റൊന്ന് ഡിസ്ക്രിപ്റ്റീവ് ലേബൽ. ഡിസ്ക്രിപ്റ്റീവ് ലേബലിലാണ് അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒന്നാണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ പായസം, നമ്മൾ അതിൻ്റെ റെസിപ്പി കിട്ടും. അപ്പം നമുക്കത് എന്താണ് ഇനി എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്ന്, അതെങ്ങനെ പാകം ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആ പാക്കേജിൻ്റെ പുറത്ത് കൊടുക്കണം. അങ്ങനെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ലേബൽ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ലേബലിംഗ് ആണ് ഗ്രേഡ് ലേബൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോ ഗ്രേഡ് ആക്കി മാറ്റുമല്ലോ. ഡിസ്ക്രൈബ്സ് ദി ആസ്പെക്ട് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി പ്രോഡക്റ്റ്. ആ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഗ്രേഡ് അനുസരിച്ച് അതിനെ തരം തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് അതിലുള്ളത് എന്നും അതിൻ്റെ ആ ഫീച്ചേഴ്സ് ഒക്കെ അതിൽ കൃത്യമായിട്ട് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഗ്രേഡ് ലേബലിംഗ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ടൈപ്സ് ഓഫ് ലേബൽ. ഇനി മൂന്നാമത്തെ ടേം ആണ് വാറണ്ടി. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഒരു വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, വാറണ്ടി. Warranty is defined as the manufacturer's written assurance to the customer who is buying the product, stating that all the product specifications and facts are true. That means the product is well built in terms of quality, fitness, performance, durability, etc. In case these facts don't satisfy, the product will be repaired. Remember, in case the facts don't satisfy, that means if there is any damage, the product will be repaired or replaced if necessary within a specified warranty period. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ മാനുഫാക്ചറർ നൽകുന്ന റിട്ടേൺ അഷുറൻസ് ആണ് വാറണ്ടി. ആ അഷുറൻസിൽ എന്താണുള്ളത്? ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല പെർഫോമൻസ് ആണ്, ഫിറ്റ് ആണ്, ഡ്യൂറബിൾ ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് അതെല്ലാം പറയും. ഇത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, അതിനൊരു പീരീഡ് ഉണ്ട്, ഇത്ര വർഷത്തേക്ക്, അങ്ങനെ പറയുന്നതിനെയാണ് വാറണ്ടി എന്ന് പറയും. അപ്പൊ നമുക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു തന്നു, നമ്മൾ അത് വാങ്ങി, എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള പ്രോഡക്റ്റ് ആണ്, നമ്മളത് തുറന്നു നോക്കിയപ്പോൾ സ്മെല്ലൊന്നുമില്ല. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ഇതേ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾക്കുണ്ടായ പ്രയാസം പറയുന്നു. ആ സമയത്ത് അയാൾ അത് എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റിപ്പയർ ചെയ്യും, അതല്ലെങ്കിൽ അയാൾ അത് റീപ്ലേസ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ ആ നിശ്ചിത പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ശരിക്കും ബൾബ്, LED ബൾബ്, അതുപോലെ ട്യൂബ്സ്, ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ വാറണ്ടി ആളുകൾ ചോദിച്ചു വാങ്ങുന്നു. അപ്പൊ അതിനെ ഒരു പീരീഡ് പറയാം. ആ പീരീഡിനുള്ളിൽ ഇത് ഡാമേജ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ് ഇഫ് ഇറ്റ് ഈസ് നെസസറി. അപ്പൊ ആ ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ ആ വാറണ്ടി നൽകുകയും ചെയ്യും. ഓക്കെ. ഇനി ഗ്യാരണ്ടി. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ദ ഗ്യാരണ്ടി ഈസ് an advanced version of warranty where the manufacturer is more confident about its quality. The guarantee is defined as the commitment made by manufacturer to the buyer that states if the product is of low quality or does not satisfy the specification and facts promised, then the product will be repaired, replaced or refunded. Unlike warranty, guarantee comes with an assurance that if a product cannot be repaired and there is no product to be replaced, then the money paid by the buyer will be refunded. Okay. അപ്പോൾ വാറണ്ടിയിൽ എന്തൊക്കെയാണോ ഉള്ളത് സെയിം തിങ് തന്നെയാണ് ഗ്യാരണ്ടിയിൽ ഉള്ളത്. മാനുഫാക്ചറർ അയാൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്,
നല്ല ക്വാളിറ്റിയാണ്, ഫിറ്റ് ആണ്, ഡ്യൂറബിൾ ആണ്, നല്ല പെർഫോമൻസ് ആണ്. അപ്പം ശരിക്കും വാറണ്ടിയേക്കാളും ഒരു പടി മുന്നിലാണ് ഗ്യാരണ്ടി. വാറണ്ടിയേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആണ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഗ്യാരണ്ടി എന്ന്. അപ്പൊ ഗ്യാരണ്ടി കൊടുക്കുന്നത് അത്രയും പെർഫോമൻസ് ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റിനാണ് ഗ്യാരണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ വാറണ്ടി ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് കൊടുക്കും. റിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇതാണ് വാറണ്ടി. ഈ രണ്ട് കാര്യങ്ങളും ഗ്യാരണ്ടിയിലുണ്ട്. ഇതിന് പുറമെ പിന്നെ റിപ്പയറും റീപ്ലേസും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ they will be ready for refund of the amount paid by the customer. കസ്റ്റമർ എത്ര രൂപയ്ക്കാണോ പ്രോഡക്റ്റ് വാങ്ങിയത് ആ പണം തിരിച്ചു കൊടുക്കാനും മാനുഫാക്ചറർ തയ്യാറാണ്, അവിടെ റിപ്പയർ റീപ്ലേസ്മെന്റ് നടക്കുന്നില്ലെങ്കിൽ. അപ്പൊ പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വാറണ്ടിയിലില്ല, അത് ഗ്യാരണ്ടിയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വാറണ്ടി പ്രധാനമായിട്ട് രണ്ട് രൂപത്തിലുണ്ട്. എക്സ്പ്രസ് വാറണ്ടിയും അതുപോലെ ഇംപ്ലൈഡ് വാറണ്ടി. Okay. Express warranty can take several different forms, whether spoken or written, and is basically a guarantee that the product will meet certain level of quality and reliability. If the product fails in this regard, the manufacturer will fix or replace the product for no additional charge. അപ്പോൾ എക്സ്പ്രസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സ്പോക്കൺ വേർഡ്സ് നമ്മൾ പറയുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. വാറണ്ടി പേപ്പർ ഉണ്ടോ എന്ന് ചോദിക്കൂലേ, അല്ലെങ്കിൽ വാറണ്ടി പേപ്പർ ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ വാറണ്ടി ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറയാം. അപ്പം അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പ്രസ് പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, നമുക്കത് കാണാൻ പറ്റും അല്ലെങ്കിൽ കേൾക്കാൻ പറ്റും. അതാണ് വാറണ്ടി എന്ന്. അതിന് നമുക്ക് അഡീഷണൽ ചാർജ് വേണ്ട. നേരെ മറിച്ച് ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറയുമ്പോൾ ദ ഗ്യാരണ്ടി ഈസ് ബീങ് സെർവ്ഡ് ഇൻ വേ ഓഫ് അഷുറൻസ് ബൈ ദി ഓൺഗോയിങ് സർക്കംസ്റ്റാൻസസ് ഇൻവോൾവ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ദി കോൺട്രാക്ട്. എ സെല്ലർ അഷ്യൂർസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദി ഗുഡ് വിച്ച് ദ ബയർ ഈസ് ഗോയിങ് ടു റിസീവ്. These assurance take a form of warranty, as there is hardly any other expression made for the required conditions to be fulfilled. These types of warranties are still considered even if it is not promised in any means of writing or oral. ഇനി ചില കേസിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ സെല്ലർ അല്ലെങ്കിൽ ആരാണോ നമുക്കത് തരുന്ന ആൾ, അയാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇതിന് വാറണ്ടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വാറണ്ടി നമുക്ക് എഴുതി തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അയാളുടെ എന്താ പറയാ പെർഫോമൻസിൽ നിന്നും അയാളുമായി നമ്മൾ നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ നിന്നും നമുക്ക് അയാൾ അത്രയും ഉറപ്പ് തന്നിട്ടുണ്ടാവും, യാതൊരുവിധ ഡാമേജ് ഇതിന് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല വാറണ്ടി, പക്ഷെ ഇംപ്ലൈഡ് ആണ്. അവിടെ ഒരു സൂചന ഉണ്ട്, ഒരിക്കലും ഡാമേജ് ആവില്ല എന്നുള്ള ഒരു സൂചന. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറയും. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് വാറണ്ടി ആൻഡ് ഗ്യാരണ്ടി. ഇനി അവസാനമായിട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്യാരണ്ടി ആൻഡ് വാറണ്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് ഗ്യാരണ്ടി വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. The guarantee serves as a promise made by manufacturer to the buyer in case of product is below the specified quality, it will be repaired, replaced, or money deposit will be refunded. Okay, അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് എന്നുള്ളത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന് അഷ്വർ ചെയ്ത പെർഫോമൻസിൽ, ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിയിൽ ഒക്കെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പണം റീഫണ്ട് ചെയ്യാം. എന്നാൽ വാറണ്ടിയിൽ റിപ്പയർ ചെയ്തേക്കാം, റീപ്ലേസ് ചെയ്തേക്കാം, പക്ഷെ എന്തുണ്ടാവില്ല, പണം റീഫണ്ട് ചെയ്യുന്ന രൂപം വാറണ്ടിയിൽ ഇല്ല. ഏതിൽ മാത്രമേ ഉള്ളൂ? ഗ്യാരണ്ടിയിൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഡിഫറൻസ്, ദ ഗ്യാരണ്ടി ഈസ് എ സോർട്ട് ഓഫ് കമ്മിറ്റ്മെന്റ് മെയ്ഡ് ബൈ മാനുഫാക്ചറർ ടു ദി പർച്ചേസർ. വാറണ്ടി ഈസ് ആൻ അഷുറൻസ് ഗിവൺ ടു ദി ബയർ ബൈ ദി മാനുഫാക്ചറർ ഓഫ് ദി ഗുഡ്സ്. ഓക്കെ, ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറർ പർച്ചേസർക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. കാരണം അതിൽ ഡാമേജ് വരാനുള്ള
ഇത് തീരെയില്ല, അത്രയും ഉറപ്പാണ് എന്നർത്ഥം. അപ്പൊ അതിൽ ഗ്യാരണ്ടിയിൽ എന്താണ്? കമ്മിറ്റ്മെന്റ് ആണ്. റിപ്പയർ ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാൻ അതൊന്നും ഇല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനും തയ്യാറാണ് എന്ന്. എന്നാൽ വാറണ്ടിയിൽ അത്ര വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ദർ ഇസ് എൻ അഷുറൻസ് ഓൺലി. ഓക്കെ. ഇനി മൂന്നാമത്തെ, ഗ്യാരണ്ടി ക്യാൻ ബി ഓറൽ ഓർ റിട്ടേൺ. ഓറൽ ഗ്യാരണ്ടി ആർ വെരി ഹാർഡ് ടു പ്രൂവ്. ഗ്യാരണ്ടി ഓറൽ ആവാം, റിട്ടേൺ ആവാം. പക്ഷെ റിട്ടേണിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. നിയമത്തിന്റെ മുമ്പിലൊക്കെ ശരിക്ക് റിട്ടേണിനാണ് കൂടുതൽ വാലിഡിറ്റി ഉള്ളത് ഓറൽ ഗ്യാരണ്ടിയേക്കാൾ. പക്ഷെ വാറണ്ടി ആണെങ്കിലും ഈസ് യൂഷ്വലി റിട്ടേൺ. ഇറ്റ് ക്യാൻ ബി ഈസിലി പ്രൂവ്. വാറണ്ടി റിട്ടേൺ മാത്രമേ ഉള്ളൂ, അവിടെ ഓറൽ ആയിട്ടുള്ള വാറണ്ടി ഇല്ല എന്നർത്ഥം. ഓക്കെ. ഇനി നാലാമത്തെ, ദ ഗ്യാരണ്ടി കവേഴ്സ് പ്രോഡക്റ്റ്, സർവീസ്, പേഴ്സൺ ആൻഡ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എക്സെട്ര. ബട്ട് വാറണ്ടി കവേഴ്സ് പ്രോഡക്ട്സ് ഓൺലി. എന്ന് പറഞ്ഞാൽ ഗുഡ്സിന് മാത്രമേ വാറണ്ടി ഉണ്ടാവുള്ളൂ, സർവീസിനോ പേഴ്സൺസിനോ ഒന്നും വാറണ്ടി ഉണ്ടാവില്ല. അതൊക്കെ ഗ്യാരണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി അഞ്ചാമത്തെ കാര്യം, ദ ഗ്യാരണ്ടി ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓൺ ദി അതർ ഹാൻഡ്, ദ കസ്റ്റമർ ഷുഡ് ഹാവ് ടു പേ ഫോർ ദി വാറണ്ടി ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ്. ഗ്യാരണ്ടി സാധാരണ കേസിൽ ഫുൾ ഫ്രീ ആണ്. പക്ഷെ വാറണ്ടിയെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ എടുക്കുന്ന ഒരു ചെറിയ ചാർജ്, സർവീസ് ചാർജ് പോലെ ഈടാക്കാറ്. ഗ്യാരണ്ടി ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ഫോർമൽ ദാൻ വാറണ്ടി. വാറണ്ടിയാണ് കൂടുതൽ ഫോർമാലിറ്റി ഉള്ളത്, എന്നാൽ ഗ്യാരണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോർമാലിറ്റി വളരെ കുറവാണ്. നെക്സ്റ്റ് വൺ, ദ ടേം ഓഫ് ദി ഗ്യാരണ്ടി വാരീസ് ഫ്രം ഐറ്റം ടു ഐറ്റം. കൺവേഴ്സ്ലി, ദ വാറണ്ടി ഈസ് ഫോർ ലോങ് ടേം ഓർ എനി പ്രോഡക്റ്റ് or any part of the product. ഗ്യാരണ്ടി ചിലപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്, ഇപ്പോൾ റെഫ്രിജറേറ്റർ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറയും അതിന്റെ ബോഡി പാർട്സിനൊന്നും ഗ്യാരണ്ടി ഇല്ല, എന്താണ് അതിന്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർട്ട് എടുത്തിട്ട് പറയും, അതിന് ആണെങ്കിൽ മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ വാറണ്ടിയാണ്. അപ്പോൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ എല്ലാ ഭാഗത്തിനും ഉണ്ട്. പക്ഷെ ഗ്യാരണ്ടി ഓരോ പ്രോഡക്റ്റിന്റെ ഓരോ പാർട്സിനായിരിക്കും ഉണ്ടാവും. In case of guarantee, money back is possible, but it is not possible in case of warranty. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്. A warranty is subsidiary condition of sale, which may be expressed or implied. On the other hand, guarantee may or may not be condition for sale. ഒരു സെയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വാറണ്ടി എന്നുള്ളത് ഇറ്റ്സ് എ കണ്ടീഷൻ. ആ വാറണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ആ പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാകൂ. പക്ഷെ അങ്ങനെ ഗ്യാരണ്ടി അങ്ങനെ ഒരു കണ്ടീഷൻ ആയിട്ട് പറയാനുള്ള സാധ്യതയില്ല. ഓക്കെ. എന്നാൽ ഗ്യാരണ്ടി ഉള്ളതിന് അവർ മാനുഫാക്ചർ ഗ്യാരണ്ടി കൊടുക്കുകയും ചെയ്യും. ബട്ട് ഇറ്റ് മെ നോട്ട് ബി എ കണ്ടീഷൻ ഫോർ ദി സെയിൽ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഉള്ളത്, പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലുള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.